നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുവദിച്ച ഭൂമി മറ്റുള്ളവർക്ക് കൈയേറുന്നു എന്ന പരാതി ഗൗരവമായി പരിശോധിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ നിയമസഭാ സമിതി ചെയർപേഴ്സൺ കെ ശാന്തകുമാരി MLA. പരാതികൾ പരിഹരിക്കുന്നതിനായി ഉന്നതതല യോഗം പാലക്കാട് കളക്ടറേറ്റിൽ ചേർന്നു. 24 പരാതികൾ തീർപ്പാക്കി. 15 പരാതികൾ പരിഗണനയിൽ. 6 ജില്ലാ സമിതി പരിശോധനയ്ക്ക്. ബിരിയാണി ചലഞ്ച് നടത്തി തട്ടിപ്പ് നടത്തിയാൽ പോലീസിന്റെ പിടിയിലായത് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി ഷഹീർ കരീം. എവറസ്റ്റിന്റെ നെറുകയിൽ മുത്തമിട്ട് മലയാളി പെൺകുടി. മരം കോച്ചുന്ന തണുപ്പും വീശിയടിക്കുന്ന മഞ്ഞുകാറ്റും അവഗണിച്ച് അതിസാഹസികമായി 8848 മീറ്റർ കീഴടക്കിയത് ഷൊർണൂർ കണയം സ്വദേശിനി ശ്രീഷ. എവറസ്റ്റിന്റെ നെറുകയിൽ ഇന്ത്യൻ പതാക പാറിയപ്പോൾ മലയാളിക്ക് അത് അഭിമാന നിമിഷം. കൊപ്പത്ത് വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് വിളയൂർ കരിങ്ങനാട് കുണ്ടിൽ മക്കിയം വളപ്പിൽ മുഹമ്മദ് എന്ന മാനു. അപകടം ബുധനാഴ്ച രാവിലെ 10 മണിയോടെ. വാർത്തകൾ വിശദമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുവദിച്ച ഭൂമി മറ്റുള്ളവർക്ക് കൈയേറുന്നു എന്ന പരാതി ഗൗരവമായി പരിശോധിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ നിയമസഭാ സമിതി ചെയർപേഴ്സൺ കെ ശാന്തകുമാരി MLA. പരാതികൾ പരിശോധിക്കുന്ന ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. 24 പരാതികൾ പരിഗണിച്ചു. 15 പരാതികൾ പരിഗണനയിലാണ്. 6 ജില്ലാ പരിശോധനാ കമ്മിറ്റിക്ക് വിട്ടു. വിവിധ നഗരസഭകളിലെ SC/ST ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നിയമസഭാ സമിതിക്ക് കൈമാറണമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. അട്ടപ്പാടി കോട്ടത്തറ വില്ലേജിലെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് 2 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ ഡെപ്യൂട്ടി കളക്ടർക്ക് ചെയർപേഴ്സൺ നിർദ്ദേശം നൽകി. 3 ഘട്ടമായി നടത്തുന്ന പരിശോധനയിൽ 1-ാം ഘട്ടം പൂർത്തീകരിച്ചതായി ജില്ലാ കളക്ടർ സമിതിയെ അറിയിച്ചു. ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന പട്ടികജാതി വികസന ഫണ്ട് മുഖേന ഭൂമി ലഭ്യമാക്കാൻ കഴിയാത്ത ചക്കിളിയൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഫണ്ട് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുന്ന വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. അട്ടപ്പാടി പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിയായ അഹാഡ്സിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ മുൻ ജീവനക്കാരെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വനപരിപാലന സമിതി നൽകിയ പരാതിയിൽ പ്രത്യേക സിറ്റിംഗ് നടത്തുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ആദിവാസി മേഖലകളിലെ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളിൽ കൃഷി ഇറക്കുന്നതിന് വേണ്ട ജലസേചന സൗകര്യം ഒരുക്കാൻ ജലസേചന വകുപ്പിനോട് ആവശ്യപ്പെട്ടു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ PP സുമോദി MLA, MLAമാരായ V ശശി, കടകംപള്ളി സുരേന്ദ്രൻ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, നിയമസഭാ സമിതി അണ്ടർ സെക്രട്ടറി VO അജിത് കുമാർ, ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ, സീനിയർ സൂപ്രണ്ട് A മുരളീധരൻ, സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ജിബുമോൻ P മാണി, സീനിയർ ഗ്രേഡ് റിപ്പോർട്ടർ K ശ്രീലത, അസംബ്ലി അറ്റൻഡർ A റിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രോഗികളുടെ പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തി തട്ടിപ്പ് നടത്തുന്ന ആളെ ഷൊർണൂർ പോലീസ് പിടികൂടി. കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി വെളുത്തവളപ്പിൽ ഷഹീർ കരീമാണ് പോലീസിന്റെ പിടിയിലായത്. ഷൊർണൂർ ബേക്കറിയിൽ നിന്നും 350 ബിരിയാണി വാങ്ങി തുക നൽകാതെ പ്രതി വിൽപ്പന നടത്തി എന്ന പരാതിയിലാണ് അറസ്റ്റ്. 44,000 രൂപ റോയൽ ബേക്കറി ഉടമ അബ്ദുൾ ജബ്ബാറിന് നൽകാനുണ്ടെന്നാണ് പരാതി. ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളുടെ പേരും വിവരങ്ങളും ശേഖരിച്ച് അവരുടെ പേരിൽ ബിരിയാണി ചലഞ്ച് നടത്തും. ബിരിയാണി ഹോട്ടലുകളിൽ നിന്നും വാങ്ങി പണം നൽകാതെ പോകുകയാണ് ഷഹീർ കരീമിന്റെ രീതി. ചാലിശ്ശേരിയിൽ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായും പോലീസ് പറഞ്ഞു. പോലീസിൽ പരാതിയായപ്പോൾ ബന്ധുക്കളെത്തി പണം നൽകാമെന്ന് രേഖാമൂലം നൽകിയതോടെ പരാതി പിൻവലിക്കുകയായിരുന്നു. അബ്ദുൾ ജബ്ബാറിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോഴും മറ്റ് തട്ടിപ്പിന് ശ്രമിക്കുകയായിരുന്നു എന്നും പോലീസ് കണ്ടെത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷഹീർ കരീമിനെ വിളിച്ചെങ്കിലും എത്തിയില്ല. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തു നിന്നും കണ്ടെത്തി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 4 രോഗികളുടെ വിവരങ്ങളെടുത്ത് അടുത്ത തട്ടിപ്പിന് ശ്രമിക്കുകയായിരുന്നു എന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ ഷഹീർ കരീമിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊപ്പത്ത് വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വിളയൂർ കരിങ്ങനാട് കുണ്ടിൽ മക്കിയം വളപ്പിൽ 65 വയസ്സുള്ള മുഹമ്മദ് എന്ന മാനുട്ടിയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പിറകിൽ ലോറി ഇടിക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടം നടന്നത്. ഇരുവാഹനങ്ങളും കൊപ്പത്തു നിന്നും കരിങ്ങനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അപകടത്തിൽ പരിക്ക് പറ്റിയ മുഹമ്മദിനെ കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. എവറസ്റ്റിന്റെ നെറുകയിൽ മുത്തമിട്ട് മലയാളി പെൺകുടി. മരം കൊച്ചുന്ന തണുപ്പും മഞ്ഞുകാറ്റിനെയും അതിജീവിച്ച് അതിസാഹസിക യാത്രയിൽ വിജയം കൈവരിച്ച സന്തോഷത്തിലാണ് ഷൊർണൂർ കണയം തിരുത്തിയിൽ ചാങ്കത്ത് വീട്ടിൽ ശ്രീഷ രവീന്ദ്രൻ. സമുദ്രനിരപ്പിൽ നിന്ന് 8848 മീറ്റർ ഉയരം കീഴടക്കി ഇന്ത്യൻ പതാക പാറിച്ചപ്പോൾ അത് മലയാളിയുടെ തന്നെ അഭിമാന നിമിഷമായിരുന്നു. ബാംഗ്ലൂരിൽ ടാക്സ് മാനേജറായ ശ്രീഷ നല്ലൊരു നർത്തകി കൂടിയാണ്. ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി കൂടിയാണ്. ട്രക്കിങ്ങിൽ തുടങ്ങിയാണ്
ശ്രീഷ പർവ്വതാരോഹണത്തിൽ എത്തിയത്. അതികഠിനമായിരുന്നു യാത്രയെന്ന് ശ്രീഷ തന്നെ പറയുന്നു. ദൗത്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുമോ എന്ന ചിന്ത പോലും ഉണ്ടായതായും ശ്രീഷ വിവരിച്ചു. 2 മാസം അവിടെ ഇമോഷണലി ഫാമിലീനെയൊക്കെ നല്ല മിസ്സിങ് ആയിരുന്നു. ചില സമയത്ത് ബാക്ക് ഔട്ട് ചെയ്യണം തോന്നും. പിന്നെ ഞാൻ മൗണ്ടനിയറിംഗ് ഫീൽഡിൽ ഇറങ്ങിയിട്ട് 10 ഇയേഴ്സിൻ്റെ മേലെയായി. അപ്പോൾ അത്രയും വർഷമുള്ള ഹാർഡ് വർക്കും പിന്നെ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയും 2 മന്ത്സ് പുഷ് ചെയ്തിട്ട് ഇതെങ്ങനെയും സാധിച്ചെടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ സമ്മിറ്റിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് തെറ്റായൊരു വെതർ റിപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോൾ ഓൾമോസ്റ്റ് 70 to 85 അടുത്തുള്ള ഒരു വിൻഡ് സ്പീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ വിൻഡ് കൂടുമ്പോൾ തണുപ്പും കൂടും. അപ്പോൾ അത് കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്രാവശ്യം കയറാൻ. കാരണം ഞങ്ങൾ 3 പേര് മാത്രമേ അന്നത്തെ ദിവസം സബ്മിറ്റ് ചെയ്തുള്ളൂ 20th. ബാക്കി എല്ലാവരും റിട്ടേൺ പോയി. പക്ഷേ എന്തോ ഒരു എന്താ പറയുക, ഒരു അൺനോൺ ഫോഴ്സ്, ഒരു ഡിവൈൻ ഫോഴ്സ് എന്നൊക്കെ പറയാം, അതിനെ പുഷ് ചെയ്തു. ഐ കെപ്റ്റ് ഗോയിങ്. തുടർച്ചയായി വീശിയ മഞ്ഞുകണങ്ങൾ ശ്രീഷയുടെ വലതുകണ്ണിൻ്റെ കാഴ്ചശക്തി കുറച്ചു. നല്ല എന്താ പറയുക, എനിക്ക് ബ്ലൈൻഡായി അതിൻ്റെ ഇടയിൽ. കാരണം ഈ ജെറ്റ് സ്ട്രീം വിൻസിൽ എന്താണ്ടാവുക എന്ന് വെച്ചാൽ നിറയെ സ്നോ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ണിൽ ഇങ്ങനെ അടിച്ച് കയറിയിട്ട് റൈറ്റ് ഐ ബ്ലൈൻഡായിപ്പോയി, ലെഫ്റ്റ് ഐ ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആവാൻ പോയിരുന്നു. സോ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പ് കാരണം എനിക്ക് അതിൻ്റെ ഇടയിലൊന്ന് ഗ്ലൗസ് മാറ്റേണ്ടി വന്നു. കാരണം റോപ്പിൻ്റെ കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ബിക്കോസ് ഓഫ് ദ വിൻഡ്. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പിൽ നമ്മുടെ സ്കിൻ ഡെഡ് ആവും. അപ്പോൾ അത് grade 2 ആയത് കാരണം സർജറിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ റിക്കവറിക്ക് ഓൾമോസ്റ്റ് ഒരു 4-5 months എടുക്കും. ഏപ്രിൽ 7 ശ്രീഷ നേപ്പാളിലെത്തിയത്. പാലക്കാട് ജില്ലയിലെ കുളപ്പുള്ളി കണയത്താണ് ജന്മസ്ഥലമെങ്കിലും ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്ഥിര താമസക്കാരിയാണ് ശ്രീഷ. 50 ദിവസത്തെ കഠിനമായ പരിശീലനത്തിനൊടുവിലാണ് എവറസ്റ്റിൻ്റെ ഉയരങ്ങൾ കീഴടക്കാൻ ശ്രീഷ തയ്യാറായത്. 7th നേപ്പാളിലെത്തിയത്. പിന്നെ കുറേ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഇറ്റ് ടേക്സ് ഓൾമോസ്റ്റ് 45 to 50 days. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മെയ് 15th ഞങ്ങൾ സമ്മിറ്റ് പുഷ് തുടങ്ങി. ആൻഡ് 5 days എടുത്തു എവറസ്റ്റിൻ്റെ സമ്മിറ്റിലെത്താൻ. കാരണം ഫിസിക്കൽ സ്റ്റാമിനേക്കാളും കൂടുതൽ മെൻ്റൽ സ്ട്രെങ്ത് ആണ് വേണ്ടത്. സോ ഫിസിക്കൽ സ്റ്റാമിന എനിക്കുണ്ട്, ഐ എം കോൺഫിഡൻറ്റ്. കാരണം ഇതിനു മുമ്പ് കുറേ പീക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെൻ്റൽ സ്ട്രെങ്ത് എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഈ എവറസ്റ്റ് ചെയ്തപ്പോഴാണ്. അതിനു മുമ്പ് എനിക്കറിയില്ലായിരുന്നു ദാറ്റ് ഐ എം മെൻ്റലി സ്ട്രോങ്, ഇത്രയും സ്ട്രോങ് ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചൊവ്വാഴ്ചയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തേനൂരിൽ വീട് തകർന്നു. തേനൂർ ചേരിങ്കൽ പ്രേംനാഥിൻ്റെ ഓടിട്ട വീടാണ് തകർന്നത്. പ്രേംനാഥും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നു എങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ സമിതി നിയമസഭാ സമിതി സന്ദർശിച്ചു. പട്ടികജാതി പട്ടികവർഗ സമിതി നിയമസഭാ സമിതി ചെയർപേഴ്സൺ കെ ശാന്തകുമാരി MLA നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത്. ഡെപ്യൂട്ടി കളക്ടർ സക്കീർ ഹുസൈൻ, കളക്ടറേറ്റിലെ സീനിയർ സൂപ്രണ്ട് എം മുരളീധരൻ എന്നിവരും സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മോർച്ചറി, പവർ സ്റ്റേഷൻ, ബോയിലർ പ്ലാന്റ് എന്നിവ സന്ദർശിച്ച സമിതി പ്രവൃത്തികൾ വിലയിരുത്തുകയും നിർമ്മാണം ആരംഭിക്കാനിരിക്കുന്ന ഫാർമസി, കാന്റീൻ എന്നിവയ്ക്കായി തിരഞ്ഞെടുത്ത സ്ഥലം സന്ദർശിച്ച് നിർമ്മാണത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. രോഗികളുടെ വാർഡ്, OP, ഫാർമസി, ICU എന്നിവയും സന്ദർശിച്ചു. നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന അധ്യാപകരുടെ തസ്തികകളിൽ നിയമനം നടത്താനും കോളേജിനകത്ത് നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കാത്തിരിപ്പുകാർക്കുള്ള വിശ്രമ സ്ഥലങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വാർഡുകളിൽ വെന്റിലേഷൻ സൗകര്യം സ്ഥാപിക്കുക, രോഗികൾ വിശ്രമിക്കുന്ന ഭാഗങ്ങളിൽ ഇരിപ്പിട സൗകര്യം, ലൈറ്റുകൾ എന്നിവ സ്ഥാപിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സമിതി മുന്നോട്ട് വച്ചു. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ സീറ്റ് വർധനയുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ആവശ്യങ്ങൾ ഈ മാസം അവസാനം നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കുമെന്ന് സമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി പുലാമന്തോൽ പാതയിൽ കൊപ്പം കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിൻ്റെ വശം ഇടിഞ്ഞത് പുനർനിർമ്മിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവൃത്തികൾ. കരിങ്കൽ ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മഴയിൽ കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശം താഴ്ചയിലേക്ക് ഇടിഞ്ഞു വീണത്. സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ ഇടുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർമ്മാണ പ്രവൃത്തികളാണ് വശമിടിയുന്നതിന് കാരണമായതെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ കണ്ടെത്തിയിരുന്നു. വശമിടിഞ്ഞതോടെ ഭാരവാഹനങ്ങൾക്ക് പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി.
തുടർന്നാണ് ഇപ്പോൾ പുനർനിർമ്മാണ പ്രവൃത്തികൾ മൊബൈൽ കമ്പനിയുടെ ഉത്തരവാദിത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. 3.5 മീറ്റർ ഉയരത്തിലും 17 മീറ്ററോളം നീളത്തിലുമാണ് കരിങ്കൽ ഭിത്തി നിർമ്മിക്കുന്നത്. ഭിത്തിക്ക് ഉറപ്പിനാവശ്യമായ കോൺക്രീറ്റ് പ്രവൃത്തികളും നടപ്പാക്കും. പ്രവൃത്തികൾ പൂർത്തിയാകാൻ സമയമെടുക്കുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. എങ്കിലും വേഗത്തിൽ താൽക്കാലിക സംരക്ഷണ ഭിത്തി ഒരുക്കി നൽകി റോഡിന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഒരു കുടുംബം. ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി 25 ലക്ഷം രൂപ കണ്ടെത്തേണ്ടതുണ്ട്. ഷൊർണൂർ കല്ലിപ്പാടം സ്വദേശി കീരിത്തൊടി ശിവകുമാറാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. തുക സമാഹരിക്കാനായി ജനകീയ കമ്മിറ്റിയുടെ വാർത്താസമ്മേളനം കുളപ്പുള്ളിയിൽ നടന്നു. ഷൊർണൂർ നഗരസഭ 14-ാം വാർഡ് കീരിത്തൊടി വീട്ടിൽ 52 വയസ്സുള്ള ശിവകുമാർ കുറേ നാളുകളായി വൃക്ക സംബന്ധമായ രോഗവുമായി കണ്ണിയമ്പുറം വള്ളവനാട് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ആഴ്ചയിൽ 3 തവണ ഇദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്തു വരുന്നു. ഇതിന്റെ ഭാഗമായി വലിയൊരു സംഖ്യ തന്നെ ചിലവഴിച്ചു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താൻ അടിയന്തരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ടെന്ന് വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ശിവകുമാറിന്റെ ഭാര്യ സബിത വൃക്ക ദാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. നിലവിൽ ശിവകുമാർ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റാണ്. ശസ്ത്രക്രിയയ്ക്ക് മാത്രമായി 25 ലക്ഷം രൂപ ആവശ്യമായി വരും. ഇതിന് വരുന്ന സാമ്പത്തിക ബാധ്യത ശിവകുമാറിന്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇതിനായി ഷൊർണൂർ പ്രദേശത്തെ ജനങ്ങളുടെ കൂട്ടായ്മയിൽ ശിവകുമാറിന്റെ ചികിത്സാ സഹായത്തിനായി MP, MLA, മുനിസിപ്പൽ ചെയർമാൻ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ വ്യക്തികളുമടങ്ങുന്ന ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി തുക കണ്ടെത്തുന്നതിനായി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കുളപ്പുള്ളിയിൽ വാർത്താസമ്മേളനം സംഘടിപ്പിച്ചു. വ്യാപാരി സുഹൃത്തുക്കളും നാട്ടുകാരും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കൂടിയാലോചിച്ച് അദ്ദേഹത്തെ ഈ ഓപ്പറേഷന് വേണ്ടി സഹായിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ്. സാമാന്യം നല്ലൊരു തുക ചെലവ് വരുന്ന ഒരു സർജറിയാണ്. ഒരു 15 ലക്ഷം രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു തുക അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിന്ന് വഹിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ ആ തുക സംഭരിക്കുന്നതിന് നാട്ടുകാരും വ്യാപാരി സുഹൃത്തുക്കളും ചേർന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനും ഈ ശസ്ത്രക്രിയ വിജയകരമായി നടത്തുന്നതിനും തുടർ ചികിത്സയ്ക്കുമൊക്കെ വേണ്ടി എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഓരോരുത്തരും നമ്മുടെ ഒരു സഹപ്രവർത്തകന് വേണ്ടി, ഒരു സുഹൃത്തിനു വേണ്ടി എന്ന നിലയിൽ കണ്ട് കഴിയാവുന്ന പരമാവധി സഹായം ശിവകുമാറിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നൽകണം എന്ന് എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി അംഗം MR മുരളി, CPIM പ്രതിനിധി N ജയപാൽ, SCB പ്രസിഡന്റ് P രഞ്ജിത്ത്, ജനകീയ കമ്മിറ്റി കൺവീനർ KM ലക്ഷ്മണൻ, ചെയർമാൻ CP ജയൻ, മുസ്ലിം ലീഗ് പ്രതിനിധി താഹിർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ കല്ലിപ്പാടം വിഷ്ണു ക്ഷേത്രത്തിൽ ജൂൺ മാസത്തെ സ്പെഷ്യൽ പരിപാടിയായി അങ്ങാടിപ്പുറം ഡോക്ടർ ശ്രീദേവിയും സംഘവും അവതരിപ്പിച്ച സംഗീത കച്ചേരി ശ്രദ്ധേയമായി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഉപഹാരങ്ങൾ നൽകി. ഭക്ഷണവും പ്രസാദ വിതരണത്തിനും ശേഷമാണ് പരിപാടികൾ അവസാനിച്ചത്. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, T മുരളീധരൻ, P ജയൻ, PC നിധീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ രാവിലെ 5:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ താന്ത്രിക ചടങ്ങുകൾക്ക് തുടക്കമായി. ഉച്ചപൂജ, നവകം, പഞ്ചഗവ്യം തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടന്നു. വെളിച്ചപ്പാടിന്റെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയോടുകൂടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരം ചുമരത്ത് മനയ്ക്കൽ ശ്രീധരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്നദാനത്തിലും വിശേഷാൽ ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അനുവദിച്ച ഭൂമി മറ്റുള്ളവർക്ക് കൈയേറുന്നു എന്ന പരാതി ഗൗരവമായി പരിശോധിക്കുമെന്ന് പട്ടികജാതി പട്ടികവർഗ നിയമസഭാ സമിതി ചെയർപേഴ്സൺ K ശാന്തകുമാരി MLA. പരാതികൾ പരിഹരിക്കുന്നതിനായി ഉന്നതതല
യോഗം പാലക്കാട് കളക്ടറേറ്റിൽ ചേർന്നു. 24 പരാതികൾ തീർപ്പാക്കി. 15 പരാതികൾ പരിഗണനയിൽ. 6 ജില്ലാ സമിതി പരിശോധനയ്ക്ക്. ബിരിയാണി ചലഞ്ച് നടത്തി തട്ടിപ്പ് നടത്തിയാൽ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് കറുകപ്പുത്തൂർ ചാഴിയാട്ടിരി ഷഹീർ കരീം. എവറസ്റ്റിന്റെ നെറുകയിൽ മുത്തമിട്ട് മലയാളി പെൺകുടി. മരം കോച്ചുന്ന തണുപ്പും വീശിയടിക്കുന്ന മഞ്ഞുകാറ്റും അവഗണിച്ച് അതിസാഹസികമായി 8848 മീറ്റർ കീഴടക്കിയത് ഷൊർണൂർ കണയം സ്വദേശിനി ശ്രീഷ. എവറസ്റ്റിന്റെ നെറുകയിൽ ഇന്ത്യൻ പതാക പാറിയപ്പോൾ മലയാളിക്ക് അത് അഭിമാന നിമിഷം. കൊപ്പത്ത് വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് വിളയൂർ കരിങ്ങനാട് കുണ്ടിൽ മക്കിയം വളപ്പിൽ മുഹമ്മദ് എന്ന മാനു. അപകടം ബുധനാഴ്ച രാവിലെ 10 മണിയോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.